ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 എക്കണോമിക്സ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും നമ്മൾ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമ്മുടെ മൈക്രോയിലെ 4ാമത്തെ പാഠം മുതലാണ് നമുക്ക് കറക്റ്റ് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് വരുന്നത്. പക്ഷേ ആദ്യത്തെ 3 പാഠങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം, റിവിഷൻ ചാപ്റ്റേഴ്സ് ആയിട്ട്. നമുക്ക് അതിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് എന്താണ് നോക്കി നമുക്ക് തുടങ്ങാം. അപ്പം 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതായത് പൂർണ്ണകിട മത്സര വിപണി എന്ന് പറയുന്ന ഒരു പാഠമാണ് നമുക്ക് 4ാമത്തെ ചാപ്റ്ററായിട്ട് മൈക്രോയ്ക്കകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു എസ്എ ചോദ്യമാണ്, 8 മാർക്കിന് ചോദിക്കുന്ന എസ്എ ക്വസ്റ്റ്യൻ ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ പറ്റിയിട്ട്. അതായത് ഈ ഒരു മാർക്കറ്റിൻ്റെ പ്രത്യേകതകൾ എഴുതാനാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇംഗ്ലീഷിലുള്ള കാര്യം ഒന്ന് പറയാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കാര്യം എസ്എക്ക് നമുക്ക് വരുമ്പോൾ നമ്മൾ എഴുതേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആദ്യം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, എന്ത് മാർക്കറ്റാണ്, അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് ഡെഫിനേഷൻ സഹിതം നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം, എന്താണ് ആ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സവിശേഷതകൾ, ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ എഴുതണം. ഒരു 8-9 പോയിന്റ്സ് പഠിക്കുന്നുണ്ട്, ആ പോയിന്റ്സ് ഒക്കെ നമ്മൾ എഴുതണം. പിന്നെ പറയേണ്ടത് പ്രോഫിറ്റ് മാക്സിമൈസ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള 3 കണ്ടീഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ. അതും ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്ത് എസ്എക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മീൻസ് പ്രോഫിറ്റ് പരമാവധി ആകാനുള്ള, മീൻസ് മാക്സിമം ആകാനുള്ള 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. പിന്നെ ആ ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ തന്നെ ഫിഗർ കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ടാണ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നത്, എസ്എക്ക് വേണ്ടിയിട്ട് 8 മാർക്കിന് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോക്കൂ, പൂർണ്ണകിട മത്സര വിപണിയാണ്. അപ്പോൾ അതെന്താണ് എന്ന് ചോദിക്കുക, മീൻസ് ഡെഫിനേഷൻ നമ്മൾ എഴുതണം. പിന്നെ അതിൻ്റെ സവിശേഷതകളെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ലാഭം പരമാവധിയിൽ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ലാഭം പരമാവധി ആകുന്ന, മാക്സിമത്തിലാകുന്ന കണ്ടീഷനാണ്. അപ്പോൾ ലാഭം പരമാവധി ആകണമെന്നുണ്ട് എങ്കിൽ അതിന് 3 അവസ്ഥകൾ, 3 ഡിമാൻഡുകളുണ്ട്, 3 കണ്ടീഷൻസ് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ് 3 കണ്ടീഷൻസ് എന്നുള്ളതും ഈ ലാഭം പരമാവധി ആകുന്ന ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഗർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്താലാണ്, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, 8 മാർക്കിന് എസ്എക്ക് വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇംഗ്ലീഷ് മീഡിയംകാരും മലയാളം മീഡിയംകാരും ഒക്കെ ശ്രദ്ധിക്കും, ഒരേപോലത്തെ ഫിഗറാണ്. നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മീൻസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ബേസ് ചെയ്തിട്ട്, ലാഭ പരമാവധി ബേസ് ചെയ്തിട്ട് വരുന്ന ഫിഗറാണ്. ഇവിടെ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. ഇവിടെ നോക്കൂ, നമ്മുടെ പ്രൈസ് ലൈൻ പോകുന്നുണ്ട്, പ്രൈസ് ലൈൻ. പിന്നെ ഇത് MC കർവാണ്, ഇത് AC കർവാണ്, SAC കർവ്. ഓക്കെ, ഇത് ABC കർവാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്താ പറയുക, ഇതിനകത്ത് കൊടുക്കേണ്ട ഈ എക്സും വൈയും ഓയും പ്രൈസ് ലൈൻ ആണെന്നൊക്കെ എഴുതേണ്ട കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ പെട്ടെന്ന് ജസ്റ്റ് ഇത് എന്ത് ഫിഗർ ആണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം വരച്ചു എന്നേ ഉള്ളൂ. എല്ലാവരും ഇത് നോക്കി നന്നായിട്ട് വരച്ച് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇനി ഈ ഫിഗറുകൾ എഴുതുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഈ ഫിഗറിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇതിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൂടി എഴുതാനായിട്ട് പഠിക്കണം. കാരണം അങ്ങനെ എഴുതി കൂടിയാലാണ് നമുക്ക് എന്താണ് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി വരുന്നതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇതൊരു 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ 1 വേർഡിനും കയറി വരാറുണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണെന്നുള്ളത് മലയാളത്തിൽ നമുക്ക് ലാഭനഷ്ടരഹിത ബിന്ദു എന്ന് പറയാം. എന്താണ് ലാഭനഷ്ടരഹിത ബിന്ദു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് അഥവാ ലാഭനഷ്ടരഹിത ബിന്ദു എല്ലാവരും നോക്കിയിട്ട് പോകാം. ഡെഫിനേഷൻ എന്താണ് കാര്യം എന്നുള്ളത് നോക്കിയിട്ട് പോവാം. ഇനി വരുന്നതാണ് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. നമ്മുടെ സപ്ലൈ കർവിൻ്റെ ഡിറ്റർമിനൻസ് പഠിക്കുന്നുണ്ട്, ഒരു 3-4 ടോപ്പിക്കായിട്ട്. അതെല്ലാവരും പഠിച്ചിട്ട് പോവുക. അതായത് പ്രധാന വക്രത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. ഇതൊരു 5 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ കർവ് അല്ലെങ്കിൽ പ്രധാന വക്രത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതെല്ലാവരും നോക്കിയിട്ട് പോകണം, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്ക് ചോദിക്കാം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അപ്പം നമ്മുടെ സപ്ലൈയുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രോബ്ലം, നമുക്ക് കണക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഇക്വേഷൻ ഇതാണ് കേട്ടോ, ΔQ/ΔP × P/Q എന്നുള്ള ലെവലിൽ ഇക്വേഷൻ ഇട്ട് ചെയ്യുന്ന ഒരു കണക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ അത് നമ്മുടെ ഇതാണ് കേട്ടോ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. ഇത് ഒരു പ്രോബ്ലം നമുക്ക് ഒരു ഷോർട്ടസ്റ്റ് ലെവലിൽ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 4ാമത്തെ പാഠത്തിൽ. 4ാമത്തെ പാഠം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പഠിക്കേണ്ടത് ഈ ഒരു എസ്എ ടോപ്പിക്കാണ്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് ഫ്യൂച്ചേഴ്സ്, പ്രോഫിറ്റ് മാക്സിമൈസ്ഡ് ആകാനുള്ള 3 കണ്ടീഷൻസ്, ഫിഗർ. ഓക്കെ, അതായത് പൂർണ്ണകിട മത്സര വിപണി, സവിശേഷത, ലാഭം പരമാവധി ആവുന്നതിനുള്ള 3 അവസ്ഥകൾ എന്തൊക്കെയാണ്, ആ ഫിഗർ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൂടി നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ ഒരു എസ്എ ടോപ്പിക് ആയതുകൊണ്ടാണ് വീണ്ടും അത് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇനി വരുന്ന കാര്യം
ഇതാ നമ്മുടെ അഞ്ചാമത്തെ പാഠത്തിലോട്ട് പോകുമ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തെ പറ്റിയിട്ട് നമ്മൾ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇതൊരു 2-3 മാർക്കിന് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തെ പറ്റിയിട്ട് എഴുതാൻ ചോദിക്കാം. അഥവാ വിപണി സന്തുലിതാവസ്ഥ എന്നുള്ള രീതിയിലാണ് മലയാളത്തിൽ പറയുന്നത്. എന്താണ് വിപണി സന്തുലിതാവസ്ഥ, എന്താണ് കാര്യം, എങ്ങനെ എപ്പോഴാണ് വിപണി സന്തുലിതാവസ്ഥയിലാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, അത് എഴുതുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചിരിക്കണം. നോക്കൂ, എവിടെ എന്താണ് എക്സ് ആക്സസും വൈ ആക്സസും ഒക്കെ ഉണ്ട്. എവിടെ ഡിമാൻഡ് കർവ് ഉണ്ട്, സപ്ലൈ കർവ് ഉണ്ട്. ഓക്കെ, ഈ രണ്ടും കൂടി ജോയിൻ ചെയ്ത് വരുന്ന ഈ ഒരു പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. മാർക്കറ്റ് ഇക്വിലിബ്രിയം ആവുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇത് പ്രൈസ് ആണ്, ഇത് ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ഈ ഒരു രീതിയിൽ എവിടെ നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം ചോദിക്കാന്നുണ്ടെങ്കിൽ ഈ ഫിഗർ കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് വേണം നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ ഒരു ചോദ്യം ഒരു 5-8 മാർക്ക് നമുക്ക് എസ്സേക്ക് വരെ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ആയിട്ട് 5 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 8 മാർക്കിന് ചോദിക്കാം. എന്താണ് ടോപ്പിക്ക്? പ്രൈസ് സീലിംഗ് ആൻഡ് ഫ്ലോർ പ്രൈസ് എന്താണെന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. അതായത് വിലയുടെ പരിധി എന്താണ്, അല്ലെങ്കിലല്ല അടുത്തതാണ് തറവില എന്ന് പറയുന്നത്. ഇതെല്ലാവരും ഈ 2 ടോപ്പിക്സും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. എന്താണ് പ്രൈസ് സീലിംഗ് അഥവാ വിലയുടെ പരിധി എന്താണെന്നുള്ളത് പഠിക്കണം. ഫ്ലോർ പ്രൈസ് അഥവാ തറവില എന്താണെന്നുള്ളതും എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്താണ് ഈ ഒരു ടോപ്പിക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ഫിഗർ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. ഒരു 5 മാർക്കിനൊക്കെ ആയിരിക്കും അത് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളാണ് ഈ ഡിമാൻഡ്. ഇതാണ് ബേസ് ആയിട്ട് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിന്റെ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഡിമാൻഡിന് പലപ്പോഴും ഷിഫ്റ്റ് വരാം, റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഒക്കെ ഷിഫ്റ്റ് വരാം. അതുപോലെ തന്നെ സപ്ലൈ കർവിനും ഇങ്ങോട്ട് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടൊക്കെ ഷിഫ്റ്റ് വരാം. ഓക്കെ, പിന്നെ ഇത് രണ്ടും കൂടി ഒരുമിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് മാറാറുണ്ട്. ഡിമാൻഡ് കർവും സപ്ലൈ കർവും ചിലപ്പോൾ റൈറ്റിലോട്ട് വരാം, അല്ലെങ്കിൽ രണ്ടും ചിലപ്പോൾ ലെഫ്റ്റിലോട്ട് പോകാം. അപ്പോൾ അങ്ങനെ അതിന് പലതരത്തിലുള്ള ഷിഫ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ 1-2 ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, നമുക്കൊരു 5 മാർക്കിന് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഡിമാൻഡ് കർവിലെ ഷിഫ്റ്റ് എന്തൊക്കെയാണ്, അപ്പോൾ ഡിമാൻഡ് കർവ് ഓരോ തവണ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഫിഗറുകൾ വരുന്നു, അതുപോലെ തന്നെ സപ്ലൈ കർവിൽ ഷിഫ്റ്റ് സംഭവിക്കുന്നു, അപ്പോഴെന്തൊക്കെയാണ് അതിൽ വരുന്ന ഫിഗറുകൾ എന്നുള്ളത് പഠിക്കണം. പിന്നെ ഇത് രണ്ടും സൈമൾട്ടനീസ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ്സ്, ഈ 2 കർവും ഒരുമിച്ച് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫിഗറുകൾ വരുന്നു എന്നുള്ളതും നമ്മൾ ടെക്സ്റ്റ് നോക്കി നന്നായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. അതിൽ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് മാക്രോ എക്കണോമിക്സിൽ നിന്ന് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് നോക്കാം. ആദ്യമേ തന്നെ 2 വൺ വേർഡ്സ് വരുന്നുണ്ട്. ഒന്നാമത്തെ പാഠമാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ പാഠം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഉണ്ടല്ലോ, മാക്രോയ്ക്ക് അകത്തെ ഫസ്റ്റ് ചാപ്റ്റർ, അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. ആദ്യമേ തന്നെ 2 വൺ വേർഡ്സ് ഉണ്ട്. ഇൻകം തിയറി എന്നറിയപ്പെടുന്നത് ഏതാണ്? മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ, നമ്മുടെ മാക്രോയ്ക്ക് മലയാളത്തിൽ പറയുന്നതാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാക്രോയാണ് എന്ത് ചെയ്യുന്നത്, ഇൻകം തിയറി എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ പ്രൈസ് തിയറി എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? മൈക്രോ എക്കണോമിക്സ് ആണ് പ്രൈസ് തിയറി എന്ന് അറിയപ്പെടുന്നത്. മൈക്രോയ്ക്ക് നമ്മുടെ മലയാളത്തിൽ എന്താ പറയണേ, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻകം തിയറി, പ്രൈസ് തിയറി നോക്കിയിട്ട് പോണേ, വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നാളെ എക്സാമിന് പോകുന്ന എല്ലാവരും നിർബന്ധമായിട്ട് ഈ ഒരു ചോദ്യം പഠിച്ചിട്ട് പോകണം. എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആവിർഭാവം, നമ്മുടെ മാക്രോ എക്കണോമിക്സ് എങ്ങനെയാണ് ഉണ്ടായി വന്നതെന്നാണ് നമുക്ക് ചോദിക്കുന്നത്. അത് അവിടെ നമ്മൾ പറയേണ്ടത് ഗ്രേറ്റ് ഡിപ്രഷനെ പറ്റിയിട്ടാണ് കേട്ടോ. 1930-കളിൽ ഉണ്ടായ ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ മഹാമാന്യത്തെക്കുറിച്ചൊക്കെ കൂടിയാണ്. ഈ മഹാമാന്യത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മളവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഈ ഗ്രേറ്റ് ഡിപ്രഷനിലൂടെയാണ് മാക്രോ എക്കണോമിക്സ് വളരെ പോപ്പുലർ ആയിട്ട് മാറാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് 4-5 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന വളരെ മസ്റ്റ് ആയിട്ട് എല്ലാവരും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് സെക്ടേഴ്സ് ഓഫ് എക്കോണമി എന്ന് പറയുന്നത്. അഥവാ സമ്പദ് വ്യവസ്ഥയുടെ മേഖലകൾ എന്തൊക്കെയായിരുന്നു? 2 മാർക്കിന് നമുക്ക് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? 4 മേഖലകളാണുള്ളത്. ഫേംസ്, ഹൗസ് ഹോൾഡ്സ്, പിന്നെ എന്താ ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ. 4 ഫേംസ്, ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ. വൺ വേർഡ് ആയിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി ഒരു വൺ വേർഡ് തന്നെയാണ് വീണ്ടും വരുന്നത്. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരായിരുന്നു? JM കെയ്ൻസ് ആണ് കേട്ടോ. JM കെയ്ൻസ് മലയാളത്തിൽ ഇങ്ങനെ തന്നെയാണ്, ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. JM കെയ്ൻസ് ആണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ വൺ വേർഡ്സും 2 മാർക്ക്, ഈ പ്രത്യേകിച്ച് ഇതാ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ നോക്കിയിട്ട് പോകണം. അതൊരു കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നില്ല. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മീൻസ് മാക്രോയിൽ 2ാമത്തെ പാഠത്തിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അടുത്ത് സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ് ഒരു 2 മാർക്ക് ലെവലിൽ എന്താണെന്നുള്ളത് പഠിച്ചിട്ട് പോവുക. ദാറ്റ് ഈസ് ശേഖരം എന്താണ്, പ്രവാഹം എന്താണ്, ആ ഒരു ചാപ്റ്റർ ആദ്യം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമേ. ഓക്കെ, സ്റ്റോക്സും ഫ്ലോസും എന്താണ്, ശേഖരം അതുപോലെ തന്നെ പ്രവാഹം എന്താണെന്നുള്ളത്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഡെഫിനറ്റ്ലി
ഡെഫിനേഷൻ മാത്രമല്ല അവിടെ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നമുക്ക് എഴുതാൻ പറയാറുള്ളത്. സോ എക്സാമ്പിൾസ് സഹിതം എന്ത് ചെയ്യുക, ഈ സ്റ്റോക്സും ഫ്ലോസും എന്താണെന്നുള്ളത് പഠിച്ചിട്ട് പോവുക. ശേഖരം, പ്രവാഹം, ഉദാഹരണങ്ങൾ സഹിതം എന്ത് ചെയ്യുക, പഠിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. നമ്മളിങ്ങനെ എന്താ പറയുക, സർക്കിൾ ലെവലിലൊക്കെ നമ്മൾ ഒരു ഫിഗറൊക്കെ വരച്ച് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം. ഇതൊരു 4 അല്ലെങ്കിൽ 3 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും ആ ഒരു ഫിഗറാണ് നിങ്ങൾ അവിടെ വരച്ച് വെക്കേണ്ടത് കേട്ടോ. ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ മാർക്ക് കിട്ടും. കറക്റ്റായിട്ട് വരയ്ക്കണം, പക്ഷേ അത്രയേ ഉള്ളൂ. ഓക്കെ, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ആ ഫിഗറെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇനിയിപ്പോൾ എഴുതാനായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിലും. ഓക്കെ, ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. ഇനി നമുക്കറിയാം, നിങ്ങൾക്ക് എന്താണ് എക്കണോമിക്സ് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ എസ്സേ ടോപ്പിക് ഏതായിരിക്കും നാളെ വരാൻ ചാൻസ് ഉള്ള എന്നുള്ളത്. കാരണം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അതിൽ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന് പറയുന്നത്. ഇനി ഈ വർഷം വല്ല പാറ്റേൺ ഡിഫറൻസ് വെച്ചിട്ട് വല്ലതും വരാണ്ടിരിക്കുമോ എന്തോ, അല്ലാണ്ട് ഇപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഇത് മസ്റ്റായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യമാണ്. എല്ലാവരും പഠിച്ചിട്ട് പോവുക. ഇത് എന്തായാലും ഇനിയിപ്പോൾ അഥവാ ഇൻ കേസ് 8 മാർക്കിന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഷോർട്ട് എസ്സേ ആയിട്ടെങ്കിലും ചോദിക്കാണ്ടിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഈ ഒരു ചോദ്യം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഉറപ്പായിട്ടും. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും നോക്കിയിട്ട് പോകണം. മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. സോ അവിടെ 3 മെത്തേഡുകളെ പറ്റി പഠിക്കുന്നുണ്ട് ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടിയിട്ട്. ഏതൊക്കെയാണ്? പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. മലയാളത്തിൽ എന്താ പറയുക? ഉൽപ്പന്ന രീതി, വരുമാന രീതി, ചെലവ് രീതി. ഓക്കെ, ഉൽപ്പന്ന രീതി, വരുമാന രീതി, ചെലവ് രീതി. ഈ 3 മെത്തേഡ് എന്താ പറയുക വെച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ എസ്സേ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എക്സ്പ്ലനേഷൻസ് ഒക്കെ നന്നായിട്ട് തന്നെ അവിടെ കൊടുക്കണം. കുറേ ഇക്വേഷൻസ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ എഴുതിയാലാണ് ഫുൾ മാർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ആ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് പോവുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോക്കും, മാക്രോ എക്കണോമിക് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ പഠിക്കുന്നുണ്ട്, അഥവാ സ്ഥൂല സാമ്പത്തിക സമവാക്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ടോപ്പിക്കിനകത്ത് ഒരുപാടധികം ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ചോദ്യം, ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു പ്രോബ്ലം, ഒരു കണക്ക് അവിടെ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ടോപ്പിക്കിനകത്ത് ഒരുപാട് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ പറ്റുന്നവരെല്ലാം ആ ഇക്വേഷൻസ് ഒക്കെ പഠിച്ച് പ്രോബ്ലം ചെയ്ത് നോക്കിയിട്ട് പോകണം കേട്ടോ. ഒരു ചോദ്യം അവിടെ നിന്ന് ചോദിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. ഓക്കെ, ഇനി വരുന്നതാണ് GDP ഡിഫ്ലാറ്റർ. ഇത് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, GDP ഡിഫ്ലാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ എന്താണ് GDP ഡിഫ്ലാറ്റർ എന്ന് പറയുമ്പോൾ അവിടെ റിയൽ GDP, നോമിനൽ GDPനെ പറ്റിയിട്ടാണ് എഴുതേണ്ടത് കേട്ടോ. കാരണം ഇവ തമ്മിലുള്ള റേഷ്യോ ആണല്ലോ ഇത്. അപ്പോൾ GDP ഡിഫ്ലാറ്റർ എന്ന് പറയുമ്പോൾ അവിടെ റിയൽ GDP, നോമിനൽ GDPയെ പറ്റിയൊക്കെ എഴുതണം. അതെങ്ങനെ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എഴുതണം. ഇനി ഒരു കാര്യം കൂടി, ഇത് നമുക്ക് ഡെഫിനേഷനൊക്കെ എഴുതി അങ്ങനെ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്തുനിന്ന് കണക്കും വരാറുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ ഇവിടെ നിന്ന്. അതായത് ഒരു ക്വസ്റ്റ്യൻ കാണും, ആ ക്വസ്റ്റ്യന് A പാർട്ടും B പാർട്ടും എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ A പാർട്ടിൽ എന്താണ്, വാട്ട് ഈസ് GDP ഡിഫ്ലാറ്റർ എന്ന് ചോദിക്കും. അപ്പോൾ B പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ആയിരിക്കും നമുക്ക് വരുന്നത്, ഇതിൻ്റെ കണക്കായിരിക്കും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തൊക്കെയാണ് ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു ടോപ്പിക് എല്ലാവരും പഠിച്ചിട്ട് പോവുക. GDP ഡിഫ്ലാറ്റർ ഡെഫിനേഷൻ മാത്രമല്ല, അവിടെ നിന്ന് കണക്ക് GDP ഡിഫ്ലാറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക, ഇക്വേഷൻ സഹിതം നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് വരുന്നതാണ് ഒരു 8 മാർക്കിൻ്റെ ഒരു എസ്സേ ചോദ്യം തന്നെയാണ്. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് വരുന്നതാണ് നമ്മുടെ GDP ആൻഡ് വെൽഫെയർ എന്ന് പറഞ്ഞിട്ട്. അതായത് GDPയും ക്ഷേമം എന്ന് പറഞ്ഞിട്ട്. ഇത് പക്ക ഒരു തിയറി പോർഷനാണ് കേട്ടോ. എളുപ്പമാണ്. ഒരു 4 സബ് ടോപ്പിക്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. അത് വെച്ച് അങ്ങോട്ട് പഠിച്ചിട്ട് എഴുതിയാൽ മതി. ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. GDPയും വെൽഫെയർ, GDPയും ക്ഷേമവും. ഇത് 8 മാർക്കിന് ചോദിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഷോർട്ട് എസ്സേ ആയിട്ടും നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏത് രീതിയിലും വരാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം, GDPയും ക്ഷേമവും. ഇനി നമുക്ക് ഈ നമ്മുടെ മാക്രോയ്ക്കകത്തെ 3ാമത്തെ പാഠത്തിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമതായിട്ട് ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം. ഓക്കെ, നമ്മുടെ ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ എന്താ പറയുക, പരിമിത ഡ്രോബാക്സ് നമ്മൾ എന്താ പറയുക, കുറവുകൾ അല്ലെങ്കിൽ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാറുണ്ട് ബാർട്ടർ സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ട്. അതൊരു 4 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പോയിന്റ്സ് ആയിട്ടൊന്ന് നോക്കിയിട്ട് പോകണം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറയുന്നത്, പണത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതൊരു 3-4 മാർക്കിന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറേ സബ് ടോപ്പിക്സുകൾ പറഞ്ഞു പോകുന്നുണ്ട്, പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് പോകണം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിൻ്റെ ഒരു എസ്സേ ചോദ്യം, സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ എസ്സേ ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചോണേ. എസ്സേ ടോപ്പിക്കുകൾ വരുമ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്, കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് 8 മാർക്കിന് ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 8 പോയിൻറ്റോ 7 പോയിൻറ്റോ എന്തോ ആണ് വരുന്നത്. ആ പോയിന്റ് മാത്രമല്ല, അതിൻ്റെ എക്സ്പ്ലനേഷൻ സഹിതം നിങ്ങൾ പഠിക്കുക. ഈ ഒരു ടോപ്പിക്കിനകത്തുനിന്ന് സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്താണ്, കേന്ദ്ര ബാങ്കിൻ്റെ പ്രത്യേകതകൾ, എന്താണ് ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് 8 മാർക്കിന് ചോദിക്കുന്ന ഷുവർ എസ്സേ
ചോദ്യമാണ്. സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, ഈ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്നതാണ് പോളിസി ടൂൾസ് ടു കൺട്രോൾ മണി സപ്ലൈ അല്ലെങ്കിൽ മോണിറ്ററി പോളിസി. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് എസ്സേ 8 മാർക്ക് ചോദ്യമാണ്. പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കാനുള്ള നയ ഉപാധികൾ എന്തെല്ലാമാണെന്നുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ മോണിറ്ററി പോളിസിനെ പറ്റിയിട്ടാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഇതിനകത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ CRR എന്താണ്, SLR എന്താണ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്താണ്, റിപ്പോ റേറ്റ് എന്താ, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താന്നൊക്കെ. അപ്പോൾ അതെല്ലാം ബേസ് ചെയ്ത് നമ്മൾ എക്സ്പ്ലനേഷൻ സഹിതം നമ്മൾ എന്ത് ചെയ്യണം, എഴുതിയാലാണ് 8 മാർക്ക് കിട്ടുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന ഒരു ചോദ്യം ലിക്വിഡിറ്റി ട്രാപ്പ് ആണ്. ഇതൊരു ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ദ്രവത്വ കുരുക്ക് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ലിക്വിഡിറ്റി ട്രാപ്പിന് എന്താ അല്ലെങ്കിൽ എന്താ പറയണേ, ദ്രവത്വ കുരുക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് ഡെഫിനേഷൻ പഠിക്കണം. പിന്നെ ഈ ഒരു ഫിഗറാണ് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയാൽ മതി, കാണാനായിട്ട് സാധിക്കും. എല്ലാ എന്താ പറയുക ഇതിൽ മാർക്ക് ചെയ്യേണ്ട സംഗതികളെല്ലാം മാർക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. എക്സും വൈയും ആക്സിസ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടില്ല, അതൊക്കെ മാർക്ക് ചെയ്ത് വേണം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫിഗർ റഫായിട്ട് വരച്ചേ ഉള്ളൂ. അതുപോലെ തന്നെ പെൻസിലും സ്കെയിലൊക്കെ ഇട്ട് നീറ്റായിട്ട് വേണം ഈ ഫിഗേഴ്സ് എല്ലാം വരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പേനായിട്ടൊന്നും വരയ്ക്കരുത്. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് അല്ലെങ്കിൽ ദ്രവത്വ കുരുക്ക് എന്താണ് ഒരു ഷോർട്ട് എസ്സേ ചോദ്യമാണ്. ഇനി അവസാനത്ത് വരുന്ന ഈ ഒരു ചാപ്റ്ററിന് അവസാന ഭാഗത്ത് വരുന്നതാണ് നാരോ ആൻഡ് ബ്രോഡ് മണി എന്താണെന്നുള്ളത്. പരിമിത പണവും വിശാല പണവും. ഇവിടെ ഒരു ബോക്സിനകത്ത് 4 ഇക്വേഷൻസ് പോലെ 4 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പം M1, M2, M3, M4 എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ട്. നാരോ ആൻഡ് ബ്രോഡ് മണി ഈ ഒരു ടോപ്പിക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 4 മാർക്കിനൊക്കെ അത് ചോദിക്കാറുണ്ട്. ഇനി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വേറെ ഒന്നും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ 2 ചോദ്യം നിങ്ങൾ പഠിക്കുക. എസ്സേ ടോപ്പിക്കുകളാണ്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. സെൻട്രൽ ബാങ്കിൻ്റെ ഇതും മോണിറ്ററി പോളിസി എന്താണെന്നുള്ളത്. പിന്നെ ഈ ലിക്വിഡിറ്റി ട്രാപ്പും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫിഗറെങ്കിലും അത് നോക്കിയിട്ട് പോകണം. ഇനി 4ാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോൾ നമുക്ക് വരുന്നതാണ്, മീൻസ് മാക്രോയിലെ 4ാമത്തെ പാഠത്തിൽ വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒരു 5 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കാം. നോക്കൂ, ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസിനെ പറ്റിയിട്ട് എഴുതാൻ നമുക്ക് ചോദിച്ചേക്കാം. ഏതാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്? ദറ്റ് ഈസ് മലയാളത്തിൽ സഞ്ചിത ചോദനവും അതിൻ്റെ ഘടകങ്ങളും എന്തെല്ലാമാണെന്നുള്ളത് നമുക്ക് ചോദിക്കാം. ആഗ്രിഗേറ്റ് ഡിമാൻഡ് അതുപോലെ തന്നെ അതിൻ്റെ കമ്പോണൻസ്, സഞ്ചിത ചോദനവും അതിൻ്റെ ഘടകങ്ങളും. അപ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ടും എഴുതേണ്ടത് എക്സ് ആൻഡ് എ കൺസെപ്ഷൻ, മീൻസ് ഉപഭോഗത്തെ പറ്റിയിട്ട് അല്ലെ. എക്സ് ആൻഡ് എ കൺസെപ്ഷൻ എന്താണ്, എക്സ് ആൻഡ് ഡി ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, നിക്ഷേപം. ഓക്കെ, അതെന്താണെന്നുള്ളത് എഴുതണം. ദെൻ അവസാനം അവിടെ ഒരു ഇക്വേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്, ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻ ഒക്കെ. Y star is equal to C bar plus I bar divided by 1 minus C എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻസ് ഒക്കെ ഇതിനകത്ത് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടോപ്പിക്കിനകത്ത് മൊത്തത്തിൽ പറയുമ്പോൾ. അപ്പോൾ അവസാനം ഒരു ഇക്വിലിബ്രിയത്തിൻ്റെ ഇക്വേഷൻ ആണ് ഇത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ വന്നു, ഇതിൻ്റെ ഒരു ഡെറിവേഷൻ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പറ്റുന്നവരൊക്കെ ഇത് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമുക്ക് ഇത് ചോദിക്കുന്നുണ്ടാവുക. ഇത് 5 മാർക്കിന് അല്ല എന്നുണ്ടെങ്കിൽ 8 മാർക്കിന് ഇടയ്ക്കൊക്കെ എസ്സേക്കും വരാറുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞില്ല, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു വലിയ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ 5 മാർക്കിനാണ് നമ്മൾ വളരെ ബ്രീഫായിട്ട് എഴുതിയാൽ മതി. 8 മാർക്കിനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എഴുതേണ്ടി വരും. അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊന്ന് പഠിച്ചിട്ട് പോവാം. ഇതാണ് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ. പിന്നെ വരുന്നത് പ്രോബ്ലംസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരിക. MPC കണ്ടുപിടിക്കാനും MPS കണ്ടുപിടിക്കാനും ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാനും. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രോബ്ലം നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ഒരു മാർക്കിന് നമുക്ക് ചോദിക്കാം. പിന്നെ ഇത് ഒരു 1-2 മാർക്ക് ആ ലെവലിൽ വരാറുണ്ട്. അതുമാത്രമല്ല ഒരു 4 മാർക്കിനൊക്കെ അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾ ഈ പ്രോബ്ലംസ് ഒക്കെ ഇക്വേഷൻ സഹിതം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പഠിച്ചിട്ട് പോകണം. MPC എങ്ങനെ കണ്ടുപിടിക്കാം, MPS എങ്ങനെ കണ്ടുപിടിക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്. അത് PYQs നോക്കി അറിയാൻ പറ്റും. ഇതൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് കാൽക്കുലേഷൻസ് വന്നിട്ടുണ്ട്, കണക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കിനി എന്താ പറയുക, ഓണപരീക്ഷയുടെ പോർഷൻസിൽ നിന്ന് കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ റാൻഡമായിട്ട് വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിവിഷൻ മോഡലിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഓണപരീക്ഷയുടെ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണം, ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓണപരീക്ഷ സമയത്ത് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അതിനകത്ത് ഓണപരീക്ഷയുടെ പോർഷൻസിൽ നിന്ന് വരുന്ന A to Z കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാലും മതിയാകും. ഓക്കെ, ഓണപരീക്ഷയുടെ പോർഷൻസ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനിവിടെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ഉള്ളത് സെപ്പറേറ്റ്ലി എഴുതി വച്ചിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ മൈക്രോയിൽ നിന്നുള്ള 1, 2, 3 പാഠങ്ങളായിരുന്നു നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് ആണല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ 1ാമത്തെ പാഠം അത് ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. അവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്
സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി. ഇത് ഈ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഈ ഒരു ചോദ്യം 3 മാർക്കിനൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോവുക. സമ്പദ്ഘടനയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ആ 3 ചോദ്യങ്ങളെ വെച്ചിട്ട് പറയുന്നുണ്ടല്ലോ, അതാണ് ആ ഒരു ടോപ്പിക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോവുക. പിന്നെ PPC നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അത് അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ ഉത്പാദന സാധ്യത പരിധി എന്ന് പറയാം. ഇതിന്റെ ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് PPC കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കർവ് സഹിതം എന്ത് ചെയ്യുക, വരയ്ക്കാനും പഠിച്ചിട്ട് പോകണം, ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നതാണ് നോർമാറ്റീവ് ആൻഡ് പോസിറ്റീവ് എക്കണോമിക്സിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ വാസ്തവികവും പ്രാമാണികവുമായ സാമ്പത്തിക വിശകലനം. 2-3 മാർക്കിന് എന്താണെന്നുള്ളത് ഡെഫിനേഷനായിട്ട് എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്, പഠിച്ചിട്ട് പോകണം ആ ഒരു ടോപ്പിക്ക്. പിന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനം വരുന്ന ഒരു ഇതാണ് എന്താ, മൈക്രോ ആൻഡ് മാക്രോ, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ഡിഫറൻസുകൾ എഴുതാൻ വേണ്ടിയിട്ട് ഒരു 4 മാർക്കിനൊക്കെ നമുക്ക് ഇത് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സോ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും നോക്കിയിട്ട് പോവുക. അവിടെ എക്സാമ്പിൾ സഹിതം മൈക്രോയ്ക്ക് എന്ത് എക്സാമ്പിൾ എഴുതണം, മാക്രോയ്ക്ക് എന്ത് എക്സാമ്പിൾ എഴുതണം, അങ്ങനെ എക്സാമ്പിൾ സഹിതം ഒക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവുക. ഈ ഒരു ചാപ്റ്ററിൽ നിന്നുണ്ടല്ലോ, ഞാനിത് ടെക്സ്റ്റ് കാണിക്കുകയാണ്, ഈ ഒരു ഫിഗർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഈ ഒരു ഫിഗർ നമുക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്, ജസ്റ്റ് ഒരു 2-3 മാർക്സിനൊക്കെ ആയിരിക്കും. ഞാനൊന്ന് പറഞ്ഞു തരാം, ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഇവിടെ നമ്മുടെ PPC ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ PPCയിലുള്ള ഏതൊരു പോയിന്റിനെയും നമ്മൾ പറയുന്നത് എന്തെന്നാണ് നമ്മൾ പറയുന്നത്, ഫുൾ ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഇത് കണ്ടോ, ഇതൊരു PPC കർവാണ്. PP എന്ന് പറയുന്ന ഈ ഒരു കർവ്. അപ്പോൾ ഇതിനകത്തുള്ള ഏതൊരു പോയിന്റ് എടുത്ത് നോക്കിയാലും അതിനെ നമ്മൾ പറയുന്നത് ഫുൾ ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ്. ഇനി PPCക്ക് താഴെയുള്ള ഒരു പോയിന്റ് ആണ് ഈ U എന്ന് പറഞ്ഞ് കാണുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ U എന്ന് പറയുന്ന പോയിന്റ് PPCക്ക് താഴെയുള്ള ഏതൊരു പോയിന്റ് എടുത്താലും അത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നു. ഇനി PPCക്ക് മുകളിലുള്ള ഏതൊരു പോയിന്റ്, എവിടെയൊക്കെയുള്ള ഏതൊരു പോയിന്റ് എടുത്താലും അതിനെ നമ്മൾ എന്ത് പറയും, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ PPCയിലുള്ള ഏതൊരു പോയിന്റ് ഫുൾ ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. PPCക്ക് താഴെയുള്ള ഏതൊരു പോയിന്റും അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. PPCക്ക് മുകളിലുള്ള ഏതൊരു പോയിന്റും എന്താണ്, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്. അപ്പോൾ ആ ഒരു ഫിഗർ ഒന്ന് നോക്കിയിട്ട് പോവുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ മാർക്ക് ചെയ്തൊക്കെ എഴുതാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇനി നമുക്ക് രണ്ടാമത്തെ പാഠത്തിലോട്ട് പോവാം. മൈക്രോയിലെ രണ്ടാമത്തെ പാഠമാണ്. അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂട്ടിലിറ്റി എന്താണ്, അഥവാ ഉപയുക്തത എന്താണെന്നുള്ളത് ഒരു 2 മാർക്കിന് ഡെഫിനേഷൻ നിങ്ങൾ നോക്കിയിട്ട് പോകണം. പിന്നെ IC എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് ആണ്, ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, 3-4 മാർക്കിനെ ചോദിക്കാം. നിസ്സംഗതാ വക്രം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. നിസ്സംഗതാ വക്രവും അതെന്താന്ന് മാത്രം പഠിച്ചാൽ പോരാ, വരയ്ക്കാനും പഠിക്കണം, അത് മാത്രമല്ല അതിൻ്റെ സവിശേഷതയും പഠിക്കണം. ഓക്കെ, 4 പോയിന്റ്സ് പറയുന്നുണ്ട്. സോ അതെന്തായാലും എല്ലാവരും കൃത്യമായിട്ട് ആ ഒരു അതിൻ്റെ ഫ്യൂച്ചേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇനി നമുക്കൊരു പ്രോബ്ലം വരാൻ ചാൻസ് ഉള്ളത്, യൂഷ്വലി നമുക്ക് 8 മാർക്കിന് ചോദിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ക്രിസ്മസ് എക്സാം ആയതുകൊണ്ട് മേ ബി ചിലപ്പോൾ ഒരു 5 മാർക്കിന് ചോദിക്കാനും വകയുണ്ട്. അതുകൊണ്ട് തന്നെ നോക്കുക, ബഡ്ജറ്റ് ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലം, ഇതെല്ലാവർക്കും എളുപ്പമായിരിക്കും. P1x1 + P2x2 = m എന്ന് പറഞ്ഞിട്ട് വച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അത് കണക്കാണ് കേട്ടോ, അതൊന്ന് പഠിച്ചിട്ട് പോകണം. ഇനി കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞൊരു 8 മാർക്കിൻ്റെ ഒരു ഷോർട്ട് എന്താ പറയുക, ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കുക, അല്ലെങ്കിൽ 8 മാർക്കിന് നമ്മുടെ എസ്സേ ആയിട്ടും വരും. ഞാൻ അതാണ് പറഞ്ഞത്, എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. ഉപഭോക്താവിൻ്റെ അനുകൂലതമ തെരഞ്ഞെടുപ്പ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. മലയാളത്തിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ അനുകൂലതമ തെരഞ്ഞെടുപ്പ്. ഇതിനെ ഇംഗ്ലീഷിൽ തന്നെ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ എന്നും പറയാറുണ്ട് കേട്ടോ. ഏതായാലും നിങ്ങൾ ഈ ഒരു ടോപ്പിക് ഒന്ന് നോക്കുക, അത് പറ്റുന്നവർ പഠിക്കുക. അവിടെ പഠിക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫിഗർ കൂടി പഠിക്കണം കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഫിഗർ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് ചേഞ്ചസ് ഇൻ ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. ചോദന വക്രത്തിന്റെ മാറ്റം, അതൊരു ഷോർട്ടസ്റ്റ് ആയിട്ട് 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിട്ട് പോവുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ചോദനത്തിന്റെ ഇലാസ്തികത എന്താണെന്നുള്ളത് ഒരു ഷോർട്ടസ്റ്റ് ആയിട്ട് 5 മാർക്കിന് ചോദിക്കാം, അതും പഠിക്കുക. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ പാഠം, മൈക്രോയിലെ മൂന്നാമത്തെ പാഠത്തിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഒരു എസ്സേ ചോദ്യമാണ്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ നമുക്ക് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയാം. ഓക്കെ, ലോ ഓഫ് ഡിമിനിഷിങ് എന്താണ് പറയുക, മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയാം. മലയാളത്തിൽ അപജയ സീമാന്ത ഉൽപ്പന്ന നിയമം എന്നുള്ളത് എന്താ പറയുക, ഇതിങ്ങനെയാണ്, ഒറ്റ ടോപ്പിക്കാണ്. അപജയ സീമാന്ത ഉൽപ്പന്ന നിയമവും വിഭേദകാനുപാത എന്താണ് നിയമവും, വിഭേദ അനുപാത നിയമവും. ഓക്കെ, മലയാളത്തിൽ പഠിക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപജയ സീമാന്ത ഉൽപ്പന്ന നിയമവും എന്താണ് വിഭേദകാനുപാത നിയമവും എന്താണെന്നുള്ളത് എസ്സേക്ക് ചോദിക്കാം. എന്ന് പറയുമ്പോൾ നമ്മുടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രോഡക്റ്റ് ആണ്. എല്ലാവരും നോക്കുക, അവിടെ ഈ ഒരു ഫിഗറൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. TP, AP, MP ഒക്കെ ഉള്ളത്, ഇതിൻ്റെയൊക്കെ എല്ലാ ഡിനോട്ടേഷൻസ് കൊടുത്ത് പെൻസിൽ സ്കെയിലൊക്കെ ഇട്ട് നീറ്റായിട്ടൊക്കെ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ റഫായിട്ട് വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ആ ഒരു ഫിഗർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വരച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്, എസ്സേ ടോപ്പിക് ആണ് കേട്ടോ. ഇനി റിട്ടേൺസ് ടു സ്കെയിൽ എന്താണെന്നുള്ളതും പഠിക്കണം.
തോതനുസരിച്ചുള്ള ആദായം എന്താണെന്നുള്ളത്. സോ ഇതൊരു ഷോർട്ടസ്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം, ഒരു 5 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവാം. പിന്നെ കോസ്റ്റിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താ പറയുക, നമുക്ക് ഷുവറായിട്ട് സാധാരണ 8 മാർക്കിന് ചോദിക്കുന്ന എസ്എ ചോദ്യമാണ്. പക്ഷേ ക്രിസ്മസ് പരീക്ഷയായതുകൊണ്ട് നമുക്ക് എവിടെയും പ്രതീക്ഷിക്കാം കേട്ടോ, കാരണം ഇത് അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, 8 മാർക്കിന് വരാറുണ്ട് കോസ്റ്റിൻ്റെ പ്രോബ്ലം. ചിലവിൻ്റെ കണക്ക് കേട്ടോ, ആ ഒരു കണക്ക് നമ്മളിങ്ങനെ TP AP MB AC MC ഒക്കെ കാണുന്നില്ലേ, ഒരു കണക്ക് ടേബിളൊക്കെ വരച്ച് ചെയ്യുന്നില്ലേ കണക്ക്, ആ കണക്കാണ് കേട്ടോ. അതെല്ലാവരും പഠിച്ചിട്ട് പോകണം കേട്ടോ. നിങ്ങൾ ഈ ഒരു കണക്ക് എന്തായാലും ഒന്ന് റിവൈസ് ചെയ്ത് പഠിച്ചിട്ട് പോകണം, നമുക്ക് പ്രതീക്ഷയുണ്ട് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, 5 മാർക്കിനെങ്കിലും ആ ഒരു കണക്ക് വരാണ്ടിരിക്കില്ല, കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്, +2 എക്കണോമിക്സിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പോർഷൻസിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പറഞ്ഞത് നമ്മൾ ആദ്യത്തെ. അതായത് മൈക്രോയിലെ 4ഉം 5ഉം പാഠങ്ങളും, അതുപോലെ തന്നെ മാക്രോയിലെ 1 മുതൽ 4 വരെയുള്ള പാഠങ്ങളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. എക്സാമിന് അതുവരെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞതാണ് ലാസ്റ്റ് നമ്മുടെ ഓണപരീക്ഷയുടെ പോർഷൻസ് കൂടി വെച്ചിട്ട്, മീൻസ് മൈക്രോയിൽ 1, 2, 3 പാഠങ്ങൾ വെച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഓണപരീക്ഷയുടെ പോർഷൻ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അന്ന് ഓണപരീക്ഷ സമയത്ത് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് കുറേ കൂടി നിങ്ങൾക്ക് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് കിട്ടും. ഓക്കെ, ഇത് വളരെ മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് ഞാൻ ഈ ഒരു ഓണപരീക്ഷ പോർഷൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ ആദ്യമേ പറയുന്നു, ഈ ക്രിസ്മസ് എക്സാമിലെ പോർഷൻസ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ഇതൊക്കെ വേണം ആദ്യം നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട്, എന്നിട്ട് മാത്രം ഓണപരീക്ഷയുടെ പോർഷൻസിലോട്ട് പോയാൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക, ഫിഗേഴ്സ് ഒക്കെ വരച്ച് നോക്കുക. ഓക്കെ, പിന്നെ തിയറിയൊക്കെ അത്യാവശ്യം എന്താ പറയുക, നന്നായിട്ട് ഇങ്ങനെ വായിച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ.